നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയതിൻ്റെ പ്രധാന കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരൊറ്റ വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിയും. അതിന് നിങ്ങൾ മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ മനസ്സ് വെച്ചാൽ ഞാനേ മാറുള്ളൂ, അല്ലേ? നിങ്ങൾ മാറത്തില്ല. എങ്ങനെ ഒരു മികച്ച ജീവിതം ഉണ്ടാക്കാം? എങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം ഉണ്ടാക്കാം? എങ്ങനെ ഒരു സമ്പത്തുള്ള ഒരു ജീവിതം ഉണ്ടാക്കാം? ഒറ്റ വർഷം കൊണ്ട് നമുക്ക് നോക്കാം. ഒന്ന്, സെറ്റ് ക്ലിയർ ഗോൾസ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ഗോൾസ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്യുക. എങ്ങനെയാണെങ്കിലാണ് നിങ്ങളുടെ ജീവിതം സൂപ്പർ ആവുക, മികച്ചതാവുക എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കും, അല്ലേ? ഇപ്പോൾ എനിക്ക് എന്താണെന്നുള്ളത്, ഇപ്പോൾ എനിക്ക് പണമായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പ്രശസ്തി അതായത് പോപ്പുലാരിറ്റി ആയിരിക്കാം. അപ്പോഴായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യം, ഹെൽത്ത് ആയിരിക്കാം മുഖ്യം. സോ എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റി, എന്താണ് നിങ്ങളുടെ വിഷൻ, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങൾ ആദ്യം ഡിഫൈൻ ചെയ്യണം. അതെന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. ചില ആൾക്കാർക്ക് കരിയർ അഡ്വാൻസ്മെൻ്റ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഇമ്പ്രൂവ്ഡ് ഹെൽത്ത് ആയിരിക്കാം, ചില ആൾക്കാർക്ക് നമ്മുടെ ഡീപ്പനായിട്ടുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കാം. അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. നിങ്ങളുടെ വിഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കണം. പിന്നെ ഗോൾസുകൾ സ്മാർട്ടായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യണം. മെഷർ ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ. അത് അച്ചീവബിൾ ആയിരിക്കണം, നിങ്ങളെക്കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതായിരിക്കണം. ചന്ദ്രനിൽ പോകണം എന്നുള്ള ലക്ഷ്യങ്ങളൊന്നും നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട. നിങ്ങളെക്കൊണ്ട് നേടാൻ കഴിയുന്ന ലക്ഷ്യങ്ങളായിരിക്കണം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. അത് ടൈം ബൗണ്ടഡ് ആയിരിക്കണം. ഇത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള ധാരണ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം. അതായത് 30 അല്ലെങ്കിൽ 50 വർഷം മുമ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. അതായത് അന്ന് പ്രസക്തിയുള്ള ഒരു കാര്യം നമ്മൾ ഇന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. കാലത്തിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റണ്ടേ? സോ അതിന് റെലവൻസ് കൂടി ഉണ്ടായിരിക്കണം, ഇമ്പോർട്ടൻസ് കൂടി ഇന്നത്തെ സമൂഹത്തിൽ, സാഹചര്യത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഉദാഹരണത്തിന്, ഞാൻ ഇന്ന ബുക്കുകൾ, പ്രൊഡക്റ്റീവായിട്ടുള്ള സെൽഫ് ഗ്രോത്തിന് ഉതകുന്ന ഇന്ന ബുക്കുകൾ ഞാൻ ഒരൊറ്റ വർഷം കൊണ്ട് വായിച്ച് തീർക്കും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും. ഇതൊരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. 2, ഡെവലപ്പ് എ മോർണിംഗ് റൂട്ടീൻ. നിങ്ങളുടെ ഓരോ ദിവസവും തുടങ്ങുന്നത് നല്ല രീതിയിലായിരിക്കണം, മികച്ച രീതിയിലായിരിക്കണം. ചുമ്മാ നമ്മളൊരു 11 മണിക്കൊക്കെ രാവിലെ എണീറ്റ് വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് കൃത്യമായിട്ട് ഒരേ സമയത്ത് തന്നെ നമ്മൾ എണീക്കുക. ഒരുപാട് നേരത്തെ 5 മണിക്ക് 4 മണിക്കൊന്നും നിങ്ങൾ എണീക്കണമെന്ന് പറയുന്നില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഗുണമുള്ള ഒരു നേരം ഉണ്ടായിരിക്കും. ഈ നേരത്തെ എണീറ്റെങ്കിലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലാതെ മില്യണേഴ്സും ബില്യണേഴ്സും 3:30 4:30 എണീറ്റു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ നേരത്തെ എണീറ്റിരുന്നുകൊണ്ട് നിങ്ങൾ ഗതി പിടിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. ആ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് ചെയ്ത് തീർക്കാൻ നിങ്ങൾ എപ്പോൾ എണീറ്റാലായിരിക്കും കറക്റ്റായിരിക്കുക. ആ ഒരു സമയത്ത് വേണം നിങ്ങൾ എണീക്കാൻ. ചില ആൾക്കാർക്ക് അത് 6 മണിയായിരിക്കാം, ചില ആൾക്കാർക്ക് 6:30 ആയിരിക്കാം, 7 മണിയായിരിക്കാം, 7:30 ആയിരിക്കാം. എൻ്റെ സമയം എന്ന് പറയുന്നത് 6:30 അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ കിടന്ന് ഉറങ്ങേണ്ട കാര്യമില്ല. പൊതുവെ വർക്കൗട്ട് ചെയ്യുക, പ്രഭാത കൃത്യങ്ങൾ ചെയ്യുക, പല്ല് തേക്കൽ, കുളി, കക്കൂസ് പോക്ക്, ഇതൊക്കെ ഉള്ളവർ അത് കറക്റ്റായിട്ട് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്ത സ്വഭാവമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുക. എല്ലാറ്റിലുപരി നമ്മൾ ഈ തുടങ്ങുന്ന ശീലങ്ങൾ, ഓരോ ദിവസത്തിനും വേണ്ടി തുടങ്ങുന്ന ഈ ശീലത്തിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം. നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നിർത്താവുന്ന ഒരു പരിപാടി ആവരുത്. നമ്മൾ പലപ്പോഴും ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പുതുവർഷ പ്രതിജ്ഞ. അതായത് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കും, ഞാൻ ജിമ്മിൽ പോയിരിക്കും, ഞാൻ ഇത്ര ബിസിനസ് നേടിയിരിക്കും, ഇത്ര ടേൺ ഓവർ ഉണ്ടാക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വീമ്പിളക്കി ഒരു പ്രതിജ്ഞ ഉണ്ടാക്കും. അതായത് ഞാൻ പുതുവർഷത്തിൽ ഇനി കുടിക്കത്തില്ല. ഇതൊക്കെ 2 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ തീർന്നു. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന സാധനം വേണം. നമ്മുടെ റൂട്ടീനകത്ത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. 3, പ്രയോറിറ്റൈസ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ വർക്കൗട്ട് ചെയ്യാൻ, വ്യായാമം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു സമയം കണ്ടെത്തിയിരിക്കണം. അത് നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. കുറഞ്ഞതൊരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ആഴ്ചയിൽ കുറഞ്ഞത് ഒരു 5 തവണയെങ്കിലും വർക്കൗട്ട് നമ്മൾ ചെയ്തിരിക്കണം, വ്യായാമം ചെയ്തിരിക്കണം. പിന്നെ ഹെൽത്തി ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, കണ്ണി കണ്ട ഫാസ്റ്റ് ഫുഡ് എല്ലാം വലിച്ചു വാരി കഴിക്കുന്നതിന് പകരം നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ ഒക്കെ കഴിക്കുന്നതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നോൺ വെജ് വേണ്ട എന്നുള്ളതല്ല പറഞ്ഞ്, നോൺ വെജും കഴിക്കണം. പക്ഷേ വെജിറ്റബിളും നമ്മൾ ആവശ്യത്തിന് ഉള്ളിലേക്ക് കയറ്റി വിടണം. ഇതൊക്കെ നമ്മുടെ ന്യൂട്രീഷനെ ഒരുപാട് സഹായിക്കുന്ന സാധനങ്ങളാണ്. നോൺ വെജ് കഴിച്ചതുകൊണ്ട് മാത്രം നമുക്ക് ന്യൂട്രീഷൻ ഉള്ളിലേക്ക് എത്തില്ല. വെജിറ്റബിൾസും ആവശ്യമാണ്. ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾ, ഹെൽത്തി ആയിട്ടുള്ള നോൺ വെജ് എന്തൊക്കെയാണെന്നുള്ളത് ലിസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഫുൾ കലോറി, ഫുൾ ഡീറ്റെയിൽസ്, പ്രോട്ടീൻ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അടക്കമുള്ള ലിസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അത് നിങ്ങൾ ഫോളോ ചെയ്യുക.
പിന്നെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അല്പമെങ്കിലും സമയം സ്പെൻഡ് ചെയ്യണം. മെഡിറ്റേഷൻ പോലെയുള്ള ഏകാഗ്രത വർദ്ധിപ്പിക്കുന്ന, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണ്. ശരീരവും നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടി തന്നെയാണ്. നമ്മുടെ മനസ്സ് നന്നായിട്ടിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. സോ മൈൻഡ് റിലാക്സ് ചെയ്യാനുള്ള എന്തൊക്കെ ടെക്നിക്കുകളുണ്ടോ, ടിപ്സുകളുണ്ടോ, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഉദാഹരണത്തിന് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ. ചില ആൾക്കാർക്ക് ജിമ്മിൽ പോകുമ്പോഴായിരിക്കും ഈ പറയുന്ന മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ടാവുക. സോ അവർക്ക് എന്താണോ മാച്ച് ആവുന്നത് അത് അവർക്ക് ചെയ്യാം. ബട്ട് മൈൻഡ് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 4, ഇംപ്രൂവ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റിനകത്ത് നിൽക്കാൻ നമ്മൾ പഠിക്കണം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിലവഴിക്കില്ല. ഈ ഒരു രീതിയിൽ ഇത് നമ്മൾ മുൻകൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകൂ. ഇത് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറേ ഭാരം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കുത്തഴിഞ്ഞ ജീവിതം പോലെ കിട്ടുന്നതൊക്കെ ചിലവഴിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. ഇതിനൊക്കെ ഒരുപാട് ആപ്ലിക്കേഷൻസ്, മൊബൈൽ ആപ്സുകൾ ഇന്ന് ലഭ്യമാണ് നെറ്റിനകത്ത്. ഇതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന ബജറ്റിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലാണോ പോകുന്നത്, ഓരോ മാസവും ചിലവ് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കിട്ടുന്ന വരുമാനം മൊത്തം നമ്മൾ ചിലവഴിക്കാതെ കുറഞ്ഞ പക്ഷം ഏറ്റവും മിനിമം 20% നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഒരു വർഷം കൊണ്ട് നമ്മുടെ ജീവിതം മാറി മറിയുള്ളൂ. കിട്ടുന്നത് മുഴുവൻ അടിച്ച് പൊളിച്ചങ്ങ് ചിലവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലാസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. പിന്നുള്ളത് റെഡ്യൂസ് ഡെപ്റ്റാണ്. കടം നമുക്ക് കുറയ്ക്കാൻ പറ്റണം. ഈ കടം എന്ന് പറയുന്ന സാധനം ഒരു തല മൂർച്ചയുള്ളൊരു വാളാണ്. സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പണി വാളും. ഇതൊരു സ്നോ ബോൾ എഫക്റ്റ് കൂടി ഉള്ളതാണ്. ഈ സ്നോ ബോൾ കണ്ടിട്ടില്ലേ? ഉരുട്ടി വെച്ചിരിക്കുന്ന സ്നോ ബോൾ, സ്നോവിൻ്റെ മുകളിൽ കൂടെ തന്നെ നമ്മളിങ്ങനെ ഉരുട്ടിയിട്ട് കുറച്ച് ദൂരം എത്തിക്കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്നുണ്ട്, ആ പന്ത് വലുപ്പമുള്ളൊരു പന്തായിട്ടുണ്ടാവും. ഉള്ള സ്നോ ഒക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെയാണ് കടം നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ സാധനം അങ്ങനെ വലുതായി വന്നുകൊണ്ടിരിക്കും. ലാസ്റ്റ് അത് ഒരു ബലൂൺ കുത്തി പൊട്ടിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തെ കുത്തി പൊട്ടിക്കും. സോ കടം കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മളും കണ്ടിരിക്കണം. അതിനുള്ള എഫേർട്ട് നമ്മൾ ഇട്ടിരിക്കണം. 5, എൻഹാൻസ് പ്രൊഫഷണൽ സ്കിൽസ്. കണ്ടിന്യൂ ലേണിംഗ് എന്ന് പറയുന്നതാണ് ഇവിടെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യം. നിങ്ങൾക്ക് അറിവ് നൽകുന്ന കോഴ്സുകൾ ഉണ്ടെങ്കിൽ എടുക്കുക, പഠിക്കുക. നിങ്ങൾക്ക് അറിവ് നൽകുന്ന ബുക്സുകൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക, വായിക്കുക. നിങ്ങൾക്ക് അറിവ് നൽകുന്ന പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ കേൾക്കുക. എങ്ങനെയാണോ അറിവ് നേടുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹൈ ഇൻകം സ്കില്ല് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പൊളിയായിരിക്കും. പിന്നെ നിങ്ങളെ ആരും പിടിച്ചാൽ കിട്ടത്തില്ല, നിങ്ങൾ അങ്ങ് പൊളിക്കുകയായിരിക്കും. പിന്നെ അടുത്ത കാര്യം നെറ്റ്വർക്കിംഗ് ആണ്. നമ്മുടെ പ്രൊഫഷണൽ റിലേഷൻഷിപ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പ്രൊഫഷനിൽ തന്നെ പാര വെക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പിടിച്ച് താഴത്തോട്ട് ഇടും. ഈ ഞെണ്ടിൻ്റെ സ്വഭാവമായിരിക്കും, രക്ഷപ്പെടാൻ സംഭവിക്കില്ല, പിന്നിൽ കാലെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും അല്ലേ. സോ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ, നിങ്ങളുടെ പ്രൊഫഷനകത്ത് വരുന്ന ഇവൻറ്റ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എക്സിബിഷൻസ് വരുന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. അതിനകത്ത് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം, അറിഞ്ഞിരിക്കണം. ഇതിനൊക്കെ മാച്ച് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. നിങ്ങളുടെ പ്രൊഫഷനെ സപ്പോർട്ട് ചെയ്യുന്ന ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സുകൾ ഉണ്ടായിരിക്കും, ബിസിനസ് ഗ്രൂപ്പ്സുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏത് മേഖലയിലാണോ നിൽക്കുന്നത് അതിൻ്റേതായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. സമാന മനസ്സുള്ള ആൾക്കാരുടെ കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കും. അതിനകത്ത് ജോയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അങ്ങനെയുള്ള ടോപ്പിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ നിങ്ങൾ മുടക്കരുത്. അടുത്തത് കരിയർ പ്ലാനിംഗ് ആണ്. നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കരിയറിനകത്ത് ഒരു പുരോഗതി കൊണ്ടുവരാനുള്ള മെൻറ്റർഷിപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നിങ്ങൾ അത് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂം പറയണത് ലിങ്ക്ഡിനിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഏതോ കാലത്ത് 2-4 വർഷങ്ങൾക്ക് മുമ്പ് കയറ്റി വെച്ചിരിക്കുന്ന റെസ്യൂം അല്ലാതെ നിങ്ങളുടെ ഗ്രോത്ത്, നിങ്ങളതിന് നടുക്കൊക്കെ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള നിങ്ങളുടെ ഈ പ്രൊഫൈൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. നിങ്ങളുടെ റെസ്യൂം അപ്ഡേറ്റഡ് ആയിരിക്കണം. 6, കൾട്ടിവേറ്റ് സ്ട്രോങ് റിലേഷൻഷിപ്സ്. ക്വാളിറ്റി ടൈമാണ് ഇവിടെ പറയാനുള്ളത്. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളാവട്ടെ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, ആരുമാവട്ടെ, അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈം ആയിരിക്കണം. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ സമയം കളയണം എന്നുള്ളതല്ല പറയണത്. ഉള്ള സമയം നമ്മൾ എത്രയാണോ അവർക്ക് വേണ്ടി അലോട്ട് ചെയ്തിരിക്കുന്ന സമയം അത് ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുക, ക്വാളിറ്റി ആയിട്ട് അവർക്ക് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ബന്ധങ്ങൾ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. കമ്മ്യൂണിക്കേഷനാണ് മറ്റൊരു കാര്യം. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഹോണസ്റ്റ്, സത്യസന്ധമായിട്ടുള്ള, വളരെ റീസണബിൾ ആയിട്ടുള്ള, വളരെ ന്യായമായിട്ടുള്ള രീതിയിൽ വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഉടായ്പ, തട്ടിപ്പ്, തരികട ഒന്നും വേണ്ട. വളരെ ഓപ്പൺ ആയിരിക്കണം, വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, വളരെ സത്യസന്ധമായിരിക്കണം.
ഇതോടൊപ്പം തന്നെ കേൾവിയുടെ കാര്യവും നമ്മൾ മറക്കരുത്. ഒരു ലിസണിങ് സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ബന്ധവും നിങ്ങൾക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ നന്ദി, നിങ്ങളുടെ അപ്രിസിയേഷൻ നിങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് ആ ബന്ധം വളർത്തുന്നതിന് ഒരുപാട് ഉപകാരപ്പെടുത്തും. എക്സ്പാൻഡ് സോഷ്യൽ സർക്കിൾ, പുതിയ പുതിയ ആളുകളുമായിട്ട് കണ്ടുമുട്ടാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം, ഒരുക്കണം. അങ്ങനെ ബന്ധങ്ങൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതെല്ലാം നിങ്ങളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലൈഫിന് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ ക്ലയൻസ്, പുതിയ പുതിയ ലീഡ്സ്, ഇതെല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിലായിരിക്കണം നമ്മുടെ ചിന്ത. സോഷ്യൽ ഇവൻറ്റ്സുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, അത്തരം ഗ്യാതറിങ്ങുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആക്കരുത്. അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ നിങ്ങൾക്ക് വലുതാക്കാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നടത്തിയെടുക്കുന്നതിലേക്ക്. 7, എംബ്രേസ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, സെൽഫ് റിഫ്ലക്ഷൻ. അതായത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് അസസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് സ്ട്രെങ്ത് ഉണ്ട്, എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് വീക്ക്നെസ് ഉണ്ട്, അത് മറ്റുള്ള ഒരാളെക്കാൾ കൂടുതൽ നമുക്ക് നമ്മളെക്കുറിച്ചിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. നമ്മളെക്കുറിച്ച് നമ്മൾ തന്നെ നന്നായിട്ട് അറിയണം. അത് മറ്റൊരാൾ പറഞ്ഞു കേട്ടിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകരുത്. സെറ്റ് പേഴ്സണൽ ചലഞ്ചസ്, നമ്മൾ നമ്മളെ തന്നെ ചലഞ്ച് ചെയ്യണം. എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഞാൻ പഠിച്ചിരിക്കും, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കും, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞിരിക്കും. അതൊരു പക്ഷേ പബ്ലിക് സ്പീക്കിംഗ് ആയിരിക്കാം, ഒരുപാട് പേരുടെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ടുള്ള ഒരു സ്പീക്കിംഗ് ആയിരിക്കാം. ഇത് ഒരുപാട് പേര് നമ്മുടെ മുന്നിലില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ, ക്യാമറ മാത്രമേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, പബ്ലിക് സ്പീക്കിംഗ്. ഒരു 10 പേര് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ കൈയും കാലും കിടന്ന് വരയ്ക്കാൻ നിൽക്കരുത്, സംസാരിക്കാൻ നമുക്ക് പറ്റണം. സോ അത് എങ്ങനെ പഠിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുന്ന കാര്യമാണ്. ഒരു പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ, ഒരു കാര്യം നമുക്ക് നടത്തിയെടുക്കാൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ, ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറാൻ ഇതൊക്കെ ആവശ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് എനർജി, മോട്ടിവേഷൻ, കോൺഫിഡൻസ് ഒക്കെ നൽകുന്ന സാധനമാണ്. ഒരു 10-25 പേരൊക്കെ നിർത്തി സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് വേറെ ലെവലായിരിക്കും. പുതിയ ഭാഷ പഠിക്കാം, പുതിയ സ്കില്ല് നിങ്ങൾക്ക് പഠിക്കാം, തനിച്ച് ട്രാവൽ ചെയ്യാം. ഇതെല്ലാം കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റീഡ് വൈഡ്ലി, ഒരുപാട് വായിക്കുക. കഥയും നോവലും പറയുന്ന ചവറ് സാധനങ്ങളല്ല, നമുക്ക് എഡ്യൂക്കേഷൻ നൽകുന്ന, നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന നല്ല നല്ല ബുക്കുകളുണ്ടെങ്കിലും വായിക്കുക, അറിവ് സമ്പാദിക്കുക. അതിനിപ്പോൾ ബുക്ക് തന്നെ വേണമെന്നില്ല. പണ്ട് കാലത്തെ ബുക്കാണ് അറിവ് നേടാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. വായനശാലകൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, ലൈബ്രറി അല്ലേ, അവിടെ മാത്രമാണ് നമുക്ക് അറിവ് കിട്ടാനുണ്ടായിരുന്ന ഒരേ ഒരു സോഴ്സ്. ഇന്ന് അങ്ങനെയല്ല കാര്യങ്ങൾ. ഇന്ന് ഇൻ്റർനെറ്റ് കടന്ന് അങ്ങോട്ട് കടക്കുകയാണ് കടലിൽ പോലെ. എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്കത് അവിടെ അവൈലബിൾ ആണ് നമ്മുടെ മുമ്പിൽ. അതെവിടെ കടന്നാലും പ്രശ്നമില്ല, എവിടെ ഇരിക്കുകയാണെങ്കിലും പ്രശ്നമില്ല, എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോൻ്റെ തന്നെ ഈ സൈഡിൽ കൂടെ ഓടുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കണ്ടില്ലേ, ഇതൊരു വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത്രയും വിരൽ തുമ്പിലാണ് വിവരം എന്ന് പറയുന്ന സാധനം, അറിവ് എന്ന് പറയുന്ന സാധനം. ഇങ്ങനെ എടുക്കുക, എത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അറിവ് നേടാൻ. 8, ഒപ്റ്റിമൈസ് യുവർ എൻവയോൺമെൻറ്റ്. നിങ്ങളുടെ വർക്ക് സ്പേസ് മാക്സിമം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മൾ കിടക്കുന്ന സ്ഥലം അല്ലേ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ വീടിനകത്ത് തന്നെ ജോലി ചെയ്യുന്ന സ്ഥലം, ഇതൊക്കെ അങ്ങോട്ട് ചവറ് പോലെ ഇട്ടിട്ടുണ്ടായിരിക്കും. ചെയ്യരുത്. എല്ലാം നീറ്റായിട്ട് ക്ലീനായിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സൊന്ന് റിഫ്രഷ് ആയിരിക്കും ആ ഒരു പരിപാടി കാണുന്ന സമയത്ത് തന്നെ. ഇതിപ്പോൾ നിങ്ങളുടെ ഓഫീസാണെങ്കിലും ശരി, നിങ്ങളുടെ വീടാണെങ്കിലും ശരി, ഇരിക്കുന്ന ഇടം, നമ്മൾ പെരുമാറുന്ന സ്ഥലം, നമ്മുടെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ, ഒരു അച്ചടക്കത്തോടെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു ചവറ് പോലെ കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴാണോ, നീറ്റായിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴാണോ നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുക? ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. ക്രിയേറ്റ് എ പ്രൊഡക്റ്റീവ് വർക്ക് സ്പേസാണ് അടുത്ത കാര്യം. അതായത് നമുക്ക് ഏത് രീതിയിലുള്ള ഒരു വർക്ക് സ്പേസിൽ ഇരിക്കുമ്പോഴാണ് കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, അത്തരം ഒരു വർക്ക് സ്പേസ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ചില ആൾക്കാർക്ക് തനിച്ചിരുന്ന് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുക. ചില പേർക്ക് ഒരു ഗ്രൂപ്പിനകത്തിരുന്ന് ചെയ്യുമ്പോഴായിരിക്കും, അത് അവരുടെ ചോയ്സാണ്. സോ നമുക്ക് പറ്റുന്ന ഒരു സാധനം, നമുക്ക് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. സസ്റ്റൈനബിൾ ലിവിംഗ് ആണ് അടുത്ത കാര്യം. റിസോഴ്സസ് കുറച്ചുകൊണ്ട് കൂടുതൽ ഔട്ട്കം, കൂടുതൽ നേട്ടം ഉണ്ടാക്കാനായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. കുറഞ്ഞ എനർജി, കുറഞ്ഞ എഫേർട്ട്, കുറഞ്ഞ റിസോഴ്സസ്, കുറഞ്ഞ വേസ്റ്റ്, എല്ലാ കാര്യങ്ങളിലും കുറച്ച് കൊണ്ട് കൂടുതൽ റിസൾട്ട്. എന്നാൽ എഫേർട്ട് മാത്രം നിങ്ങൾ കുറയ്ക്കരുത്, അത് മാക്സിമം ഇട്ടാണോ. അങ്ങനത്തെ ഒരു ലിവിങ് പാറ്റേൺ ആയിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. എല്ലാം ലക്ഷറി ആയിട്ട് ഞാൻ ജീവിക്കും, അങ്ങനെയൊന്നും പോകാൻ നിൽക്കരുത്. അതുണ്ടെങ്കിലേ ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങും, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. 9, ഡെവലപ്പ് ന്യൂ ഹോബീസ് ആൻഡ് ഇൻട്രസ്റ്റ്സ്. എക്സ്പ്ലോർ പാഷൻ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ട്രൈ ചെയ്യുക. അത് നിങ്ങൾക്ക് പാഷനായിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ അതുകൂടി നിങ്ങളുടെ പാഷൻ്റെ ഭാഗമായിട്ട് മാറും. സോ അതെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ചില ആൾക്കാർക്ക് വായന ആയിരിക്കാം, കുക്കിംഗ് ആയിരിക്കാം, യാത്രകളായിരിക്കാം, പണം സമ്പാദിക്കുന്നതായിരിക്കണം. പല ആൾക്കാർക്കും പലതായിരിക്കും പാഷൻ. സ്റ്റേ ക്യൂരിയസ്. അറിവുകൾ നേടാൻ, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന പരിപാടിയിൽ വളരെ ക്യൂരിയസ് ആയിട്ട് ഇരിക്കണം അതൊരു ഇതാണ്, ഒരു ത്വരയാണ്. അറിവ് നേടുക, അറിയാത്ത കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു ഫീലുള്ളൊരു സാധനമാണ്. അതിങ്ങനെ ചെയ്യുമ്പോഴാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുക. ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ കാര്യം പിടിയിട്ടുണ്ടാവും, ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് തുടങ്ങുക. വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, പോഡ്കാസ്റ്റുകൾ, ക്ലാസ്സുകൾ, ഡയറക്റ്റ് ലൈവ് ക്ലാസ്സുകൾ, കൾച്ചറൽ ഇവൻറ്റ്സുകൾ, ഇതൊന്നും നിങ്ങൾ കിട്ടുന്ന സാധ്യതകൾ വിട്ടുകളയരുത്. അറിവ് നേടാനുള്ള ഒരവസരവും നിങ്ങൾ വിട്ടുകളയരുത്. കാരണം അറിവിൽ തന്നെ പൂർത്തിയാവും. 10. പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് പോസിറ്റിവിറ്റി. നിങ്ങൾക്ക് സന്തോഷിക്കാനും നിങ്ങൾക്ക് നന്ദി പറയാനും പറ്റുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിങ്ങൾക്ക് 2 കൈയുണ്ട്, 2 കൈയില്ലാത്ത ആൾക്കാരുണ്ട്, 2 കാലുണ്ട്, 2 കാലില്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട്, ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, രാത്രി ജോലി ചെയ്യുന്നവരുണ്ട്, പകലും ജോലി ചെയ്യുന്നവരുണ്ട്. സോ നിങ്ങളുടെ കാര്യത്തിൽ ഓരോ ദിവസവും നിങ്ങൾക്കൊരു 2-3 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് നല്ല കാര്യങ്ങളായിട്ട്, നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കേണ്ട കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ 2-3 എഴുതി വയ്ക്കുക ഡെയിലി. അത് കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് എടുത്ത് നോക്കി അറിയാൻ പറ്റും, കുറേ ഉണ്ടല്ലോ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉള്ള ആളാണ്, ഇല്ലാത്ത ആളല്ല, അയ്യോ എനിക്ക് ഒന്നുമില്ലേ എന്ന് പറയുന്നൊരവസ്ഥ, ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് പിന്നെ നിങ്ങൾ പോകില്ല. കാരണം നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും ഇത്രയും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ, നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ, നിങ്ങളുടെ നെഗറ്റീവ് മൈൻഡ് സെറ്റിനെ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചുകൊണ്ട്, പോസിറ്റീവ് തോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നോർമലി ഐഡിയലായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സൊക്കെ ഇങ്ങനെ ദുഷിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അതിനകത്തോട്ട് പോസിറ്റീവായിട്ടുള്ള തോട്ടുകൾ ഇട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നെഗറ്റീവ് തോട്ടുകൾ പുറത്തോട്ട് പോകത്തുള്ളൂ. അത് നമ്മൾ മനഃപൂർവ്വം ചെയ്യണം, വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ മാത്രമേ ഇത് വർക്കാവുള്ളൂ. സ്വാഭാവികമായിട്ട് ഇരുന്നുകൊണ്ട് ഇത് വർക്കാകണം എന്ന് പറയുകയാണെങ്കിൽ നടക്കില്ല. ഐ ആം കേപ്പബിൾ ആൻഡ് ഐ ആം സ്ട്രോങ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സിനകത്ത് ബിൽഡ് ചെയ്യണം, അത് വളർത്തിയെടുക്കണം. 11 ഡിജിറ്റൽ ഡീടോക്സ് ആണ്. അതായത് ഡിജിറ്റൽ സ്ക്രീനിൻ്റെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കണം. അനാവശ്യ കാര്യങ്ങളിൽ ഡിജിറ്റൽ സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് ഒരു സന്തോഷത്തിനാണെങ്കിൽ, ടാബ്ലറ്റ് ആയാലും മൊബൈലാണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ടി വി ആണെങ്കിലും വാട്ടെവർ, അതൊരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണെങ്കിലും വളരെയധികം അത് കുറയ്ക്കണം. അതുകൊണ്ട് നമുക്ക് ഒട്ടും നേട്ടം ഉണ്ടാകുന്നില്ല, പ്രൊഡക്റ്റീവേ അല്ല. അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്രധാനപ്പെട്ടത് അതിനു വേണ്ടി മാത്രമായിരിക്കണം നമ്മൾ ഡിജിറ്റൽ സ്ക്രീനുകളുടെ മുന്നിലേക്ക് പോകാൻ പാടുള്ളൂ. അടുത്തത് അൺപ്ലഗ് റെഗുലർലി. അതായത് നമ്മൾ ഫുൾ ടൈം ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം മാത്രമേ ചെയ്യുള്ളൂ, റിസൾട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, അതിനകത്ത് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നില്ല. ഒരു സൺഡേ ഈവനിംഗ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒന്ന് അടിച്ചു പൊളിക്കുക എന്ന് പറയുന്ന പരിപാടിക്കൊക്കെ പോകാവുന്നതാണ്. മൈൻഡ് ഒരുപാട് റിലാക്സ് ആവാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. ഈ പറയുന്ന ഡിജിറ്റൽ ഡീടോക്സിന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം അതിൻ്റെ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്ത് കിടക്കുന്നതിന് നിങ്ങൾക്കുള്ള ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ ഒരുപാട് ഗുണം ചെയ്യും. 12 മൈൻഡ്ഫുൾനെസ് ആൻഡ് മെഡിറ്റേഷൻ. ഡെയിലി നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിന് കുറച്ച് സുഖം കിട്ടും. എപ്പോഴൊക്കെ സമയം കിട്ടണോ അപ്പോഴൊക്കെ ചെയ്യാം. ഒന്നുമില്ല, വെറുതെ എവിടെയെങ്കിലും ഇരിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനകത്ത് നിങ്ങൾ എൻഗേജ്ഡ് ആവുക. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കാം. ചിലർക്കാർക്ക് വായിക്കുന്നതായിരിക്കാം, ചില ആൾക്കാർക്ക് ഒരു പുഴയിൽ വെള്ളം ഒഴുകുന്നത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. എനിത്തിങ് അതിനകത്ത് നിങ്ങൾ മുഴുകുക. നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആവണം. അതാണ് ഫൈനൽ നമുക്ക് വേണ്ട സാധനം. 13 ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ. യാത്രകൾ ചെയ്യുമ്പോഴാണ് ഒരുപാട് ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും ഇങ്ങനെ ഒരു ലോകം നമ്മുടെ മുന്നിലുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. അല്ലെങ്കിൽ നമ്മൾ പൊട്ടക്കിണറ്റിൽ തവള പോലെ ഇതാണ് നമ്മുടെ ലോകം, ഇത് കഴിഞ്ഞതിൻ്റെ അപ്പുറത്തോട്ടൊന്നുമില്ല, ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ളതൊക്കെ അതൊന്നും നമുക്കൊരു വിലയില്ല. അങ്ങനെ ആകരുത്. പുതിയ സിറ്റി, പുതിയ രാജ്യങ്ങൾ സന്ദർശിക്കുക. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ഈ ലോകത്ത് ഒരുപാട് സാധ്യതകളുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നതിന് ഇത് ഒരുപാട് ഉപകാരപ്പെടും. സന്തോഷ് ജോർജ് കുളങ്ങരയുടെയൊക്കെ ഒരു ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എങ്ങനെ അയാൾ പരസ്യം പോലും ഇല്ലാതെ ഒരു ചാനൽ നടത്തുന്നു. ഇതൊക്കെ ചരിത്രത്തിലേ ഇല്ലാത്ത കാര്യങ്ങളാണ്.
പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചാനലുകൾ പല രാജ്യങ്ങളിലും പല ഭാഷകളിലുമായിട്ട് ഇന്ന് ഈ ലോകത്തുണ്ട്. അതിൽ പരസ്യമില്ലാത്ത ചാനലൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര എണ്ണം കാണിച്ചു തരാൻ പറ്റും? എൻ്റെ അറിവിൽ ഇയാളുടെ ഈ ഒരു സഫാരി ആ ചാനൽ മാത്രമേ ഉള്ളൂ. സോളോ ട്രാവലുകൾ, തനിച്ച് യാത്ര ചെയ്യുക, ഒരുപാട് പണം ചിലവഴിച്ചിട്ടുള്ളതല്ല. നമ്മുടെ ഉദ്ദേശം അറിവുകൾ, എക്സ്പീരിയൻസുകൾ നേടുക എന്നുള്ളതാണ്. 14 വളണ്ടിയർ ആൻഡ് ഗീവ് ബാക്ക്. ഇവിടെ വളണ്ടിയർ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പണം കൊടുത്തുകൊണ്ടൊരു ചാരിറ്റി ചെയ്യുന്നതിനേക്കാൾ മികച്ചൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇറങ്ങി ചെയ്യുകയാണ്. നിങ്ങൾ ഫിസിക്കലി ഇറങ്ങി ഒരു കാര്യം ചെയ്യുകയാണ്. ഒരു വീട് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയിൽ നിങ്ങൾ സഹകരിക്കുന്നു. നിങ്ങൾ വീട് കെട്ടാൻ കല്ലെടുത്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല. അവർക്ക് വേണ്ടുന്ന ഒരു പരിപാടി നടത്തിയെടുക്കാൻ വേണ്ടുന്ന ഫണ്ട് സമാഹരിക്കുന്നതിലായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വീട് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കാം. എങ്ങനെയോ ആവട്ടെ, ചുരുക്കി പറഞ്ഞാൽ ലോക്കൽ ഷെൽട്ടർ, ഫുഡ് ബാങ്ക് വേണമെങ്കിൽ നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്കൊരു പങ്കാളിത്തം വഹിക്കാം. പട്ടിണി എടുക്കുന്ന ഒരുപാട് പേരുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ വരെയുണ്ട്, അനാഥരുണ്ട്. ചാരിറ്റി ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി പണം കൊടുക്കാൻ കഴിവുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എനിത്തിങ്. ഇതെല്ലാം നിങ്ങളുടെ മൈൻഡ് റിലാക്സ് ആക്കുന്ന കാര്യമാണ്. പലതും നിങ്ങൾക്ക് ലോകത്ത് ചെയ്യാനുണ്ട്. കൂടുതൽ നമുക്ക് അച്ചീവ് ചെയ്യാനുണ്ട്. കൂടുതൽ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ്, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ്, കൂടുതൽ സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരെ നമുക്ക് കൂടുതൽ സഹായിക്കാനും പറ്റുക എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. പണം നമുക്കിങ്ങനെ സെൽഫിഷായിട്ട് എടുത്തു വെക്കാൻ മാത്രമല്ല, ആവശ്യമുള്ളവർക്ക്, ആഹാരം പോലും ഇല്ലാത്തവർക്ക് ആഹാരം കൊടുക്കാൻ, ഇതിനൊക്കെ പണം ആവശ്യമാണ്. ഒരുപാട് പണം ആവശ്യമുണ്ട്. ഇതൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. നിങ്ങൾ ചുമ്മാ അങ്ങ് ജീവിച്ച് മരിക്കുക അല്ല വേണ്ടത്. നമുക്ക് ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സും ഉണ്ട്. നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ നമുക്കത് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു സന്തോഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മെൻറ്റർഷിപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരിക്കും നിങ്ങളുടേതായിട്ടുള്ള. ആ കഴിവ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആ പരിപാടി ചെയ്യുക. ഒരു റീസണബിൾ എമൗണ്ട് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ അറിവ്, നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള ജ്ഞാനം, അതിപ്പോൾ കോഴ്സിൻ്റെ രൂപത്തിലാവാം, ലൈവ് ക്ലാസ്സുകളായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പുസ്തകത്തിൻ്റെ രൂപത്തിലായിരിക്കാം, എങ്ങനെയാണെങ്കിലും ശരി, മെൻറ്റർഷിപ്പ്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മെൻറ്ററായിട്ട് മാറാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും ജീവിതത്തിൽ. ഇപ്പോൾ വലിയ ലെവലിൽ തന്നെ വേണം എന്നുള്ളതില്ല. നിങ്ങളുടെ ജൂനിയേഴ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന അറിവ് പകർന്നു കൊടുക്കാവുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് നേട്ടമുണ്ടാവും. 15 ടൈം മാനേജ്മെൻറ്റ്. അർജൻറ്റായിട്ടുള്ള, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ ഫോക്കസ് കൊണ്ടുവരണം. അത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രയോറിറ്റിക്ക് മുൻതൂക്കം കൊടുത്തിട്ട് നമ്മളൊരു പരിപാടി ചെയ്യുകയാണെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ കടന്നിട്ടുള്ള വിരകുന്ന പരിപാടിയില്ലേ, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പലപ്പോഴും പല ആൾക്കാർ ഈ ലാസ്റ്റ് മിനിറ്റ് കടന്നിട്ട് എവിടെ ബക്കറ്റ് എവിടെ, വെള്ളം എവിടെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അങ്ങനെ ആകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതുപോലെ തന്നെ ബാച്ച് ടാസ്കുകളാണ്. ഒരേപോലെ ഇരിക്കുന്ന, ഒരേ കാറ്റഗറിയിൽ വെക്കാവുന്ന ജോലികളെല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ ചെയ്ത് തീർക്കുക. കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊരു വേറെ സ്ട്രെച്ചിൽ, വേറൊരു സമയത്തിൽ, വേറൊരു പീരീഡിൽ അത് ചെയ്ത് തീർക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഓവറായിട്ട് ബേൺഡ് ഔട്ടായി പോകും, എക്സോസ്റ്റഡ് ആയി പോകും. അങ്ങനെ ആകാതിരിക്കാൻ ബാച്ചായിട്ട് വർക്കുകളെ പിരിക്കുക, തിരിച്ചിട്ട് നമ്മൾ ചെയ്യുക. 16 ഫിനാൻഷ്യൽ ലിറ്ററസി. നമ്മുടെ നാട്ടിൽ വളരെ കുറവുള്ള ഒരു സാധനമാണ്. നമ്മൾ പറയും നമ്മൾ ഭയങ്കര നോളജുള്ള, എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ ലിറ്ററസി റേറ്റിൽ വളരെ ടോപ്പിലാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെ. ഫിനാൻഷ്യൽ ലിറ്ററസിയിൽ നമ്മൾ ഒരുപാട് പിന്നിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളിപ്പോഴും മറ്റൊരാളുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ട് തന്നെ മരിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. പറഞ്ഞു വരുന്നത് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. ഫിനാൻഷ്യൽ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. എങ്ങനെയാണ് പണം വർക്ക് ചെയ്യുന്നത്, പണം എങ്ങനെയാണ് വർക്ക് ചെയ്യൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളുടെ ഫാൻറ്റസി കയറ്റിയിട്ട് കാര്യമില്ല. അതിനൊരു മെത്തേഡ് ഉണ്ട്, ഒരു സയൻറ്റിഫിക് സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലിൽ അത് വർക്ക് ചെയ്യുള്ളൂ. സോ ആ പണം എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാം. സോ എഡ്യൂക്കേഷൻ വേണം. നമ്മുടെ സ്പെൻഡിങ്ങിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ വിട്ടുപോകരുത്. എത്രത്തോളം വരവുണ്ട് അതിനനുസരിച്ചിട്ട് സ്പെൻഡ് ചെയ്യണം. സോ ആ സ്പെൻഡിങ് എന്തൊക്കെ കാര്യങ്ങളിലാണ്, ഒരു ബജറ്റ് പോലെ നമുക്കിത് ട്രാക്ക് ചെയ്യാൻ പറ്റണം. കുത്തഴിഞ്ഞ ജീവിതം പോലെ ആകരുത്. നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റണം പണം. സോ പണം എടുത്തു വെക്കണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നമുക്കത് എങ്ങനെയാണ് നടക്കണത്, എന്തൊക്കെയാണ് നടക്കണത്, എത്രയൊക്കെയാണ് വരണത്, എത്രയൊക്കെയാണ് പോകണത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് പോകണത്, ട്രാക്ക് ചെയ്യാൻ പറ്റണം.